സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋഷിയെ കാണാനില്ലെന്ന പരാതി കിട്ടിയതിനെ തുടർന്ന് DYSP ആണെങ്കിൽ നന്ദൻ്റെ കൂടെ കെവിനും സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സ്റ്റേഷനിലേക്ക് നന്ദനെ വിളിച്ചു വരുത്തിയത് DYSPക്ക് ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് MLAയോട് ശുപാർശ പറയാനെന്ന വ്യാജേനയാണ്. പക്ഷേ ചോദ്യങ്ങൾ മൊത്തവും ഋഷിയെക്കുറിച്ച് മാത്രം ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുന്നു. ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് മുഴുവനും ഋഷിയെക്കുറിച്ചാണല്ലോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഋഷിയെ കാണാനില്ലെന്നൊരു പരാതി അരുന്ധതി മേഡം തന്നിട്ടുണ്ട്. ആ ഒരു കേസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ തനിക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ പറ്റൂ. അതുകൊണ്ട് ആ കേസ് തെളിയിക്കാൻ നന്ദൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാ? അല്ല, നന്ദൻ ഈ ഇടയ്ക്കും കാണാൻ ഋഷിയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. ഋഷിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും നന്ദൻ മിണ്ടാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ ദേവിയാണെങ്കിൽ നന്ദനെ വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ ഇരുന്ന് നന്ദനാണെങ്കിൽ വലിയൊരു കള്ളമാണ് പറയുന്നത്. ഞാൻ ഇവിടെയെങ്ങുമില്ല, വളരെ ദൂരത്താ, അച്ഛൻ പറഞ്ഞയച്ച ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക എന്നൊക്കെ പറയുമ്പം അദ്ദേഹത്തിന് മനസ്സിലാകുന്നു നന്ദൻ എന്തോ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിൽ ഇരുന്ന് ഇത്രയധികം കള്ളം പറയുന്ന ആ വ്യക്തി തന്നോട് പറയുന്നത് സത്യമാണെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ പല ചോദ്യം ചെയ്യുന്നുവെങ്കിലും കെവിൻ മാത്രം മറുപടി പറയുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം കെവിനോട് വല്ലാതെ ചൂടാകുന്നു. നന്ദനോട് ചോദിക്കുന്ന ചോദ്യത്തിന് നന്ദൻ മാത്രം മറുപടി പറഞ്ഞാൽ മതി, താൻ എന്തിനാ എടുത്തു ചാടി മറുപടി പറയുന്നത്? അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ നന്ദനാണെങ്കിൽ തെളിച്ചൊന്നും പറയുന്നില്ല എന്ന സ്റ്റേജിൽ DYSP ആണെങ്കിൽ ഒരു CCTV ദൃശ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്ക്രീനിലൂടെ. അത് മറ്റൊന്നുമല്ല, മീരയുടെ ഓർമ്മ ദിവസം ചന്ദ്രമതിയും പ്രഭാവതിയും കൂടി ക്ഷേത്രത്തിൽ പോയിരുന്നില്ലേ? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഋഷി പരസ്യമായി പ്രഭാവതിയും ചന്ദ്രമതിയും അപമാനിക്കുകയും ഋഷി പറഞ്ഞ കാര്യങ്ങൾ സഹി കേട്ടിട്ട് ചന്ദ്രമതി ആണെങ്കിൽ കൈ വീശി ഋഷിയുടെ കവിളത്തേക്ക് ആഞ്ഞടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അത് കാണിച്ചു കൊടുത്തിട്ട് നന്ദനോട് ചോദിക്കുന്നു, നിങ്ങളുടെ അമ്മയെ പരസ്യമായി അപമാനിച്ചതിൻ്റെ പേരിൽ നന്ദൻ എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ പോയിരുന്നോ? അതായത് ഋഷിയെ കാണുകയോ ഇതിൻ്റെ പേരിൽ വല്ല തർക്കമോ അടിയങ്ങാണോ ആയോ എന്ന് ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഋഷിയെ കണ്ടിട്ടുമില്ല. അതിൻ്റെ പേര് എനിക്ക് ഋഷിയോട് അല്പം പകയുണ്ടായിരുന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും അമ്മ പറഞ്ഞു ഇതിൻ്റെ പേര് ഒരു പ്രശ്നത്തിനോ വഴക്കിനോ ഒന്നും പോകണ്ട, കാരണം ചന്ദ്രോത്ത് വീട്ടിൻ്റെ സമാധാനം നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേര് ഞാനൊന്നും ചോദിക്കാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞത് വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നന്ദനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് ഈ രൂപത്തിലായിരിക്കില്ല. ഇപ്പോൾ തൽക്കാലം പൊക്കോളാൻ പറഞ്ഞ് നന്ദനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നാൽ ഋഷിയെ കാണാതായതിൻ്റെ പേര് നന്ദനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത അരുന്ധതി മേഡം സ്റ്റേഷനിലേക്ക് വരുന്നു. അന്നേരം കാണുന്നത് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നന്ദനെയാണ്. നന്ദൻ്റെ മുഖം കണ്ടിട്ട് അരുന്ധതിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. കാരണം തൻ്റെ മകനെ പലതവണ കാണാതായിട്ടുണ്ടെങ്കിലും ദുസ്വപ്നങ്ങളും ഇതുപോലൊരു വേവലാതിയും തൻ്റെ മനസ്സിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നെല്ലാം അരുന്ധതി ഒരു കാര്യം ഉറപ്പിക്കുന്നു, തൻ്റെ മകന് അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ചന്ദ്രോത്ത് വീട്ടുകാരായിരിക്കും. അങ്ങനെ നന്ദനും കെവിനും അരുന്ധതി മേഡത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അരുന്ധതി ചോദിക്കുന്നു, ഞാനും നിൻ്റെ അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, അതെന്താണെന്ന് നിനക്കറിയാലോ. നീ കുറച്ച് നാൾ എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരു പയ്യനാ, നിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്നും എനിക്കറിയാം. പക്ഷേ നിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ പ്രശ്നത്തിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ ഋഷിയെ കാണാതായത്? ഒരിക്കലും അല്ല മേഡം എന്ന് പതറിക്കൊണ്ട് നന്ദൻ പറയുന്നു. പക്ഷേ നന്ദൻ്റെ ആ പതർച്ച അരുന്ധതിയുടെ സംശയം കൂട്ടുന്നേ ഉള്ളൂ. ഒരു കാര്യം നന്ദൻ മറക്കണ്ട, ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആകെയുള്ളത് എൻ്റെ മകനാ. ആ മകനോട് നിൻ്റെ അമ്മ ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെന്ന് എനിക്കും എൻ്റെ മകനും ഉണ്ടായിരുന്നു. ഋഷിയുടെ സ്ഥാനത്ത് നന്ദനായിരുന്നെങ്കിലും അങ്ങനെയല്ലേ ഉണ്ടാകൂ. എന്തായാലും ഒരു കാര്യം നന്ദൻ മറക്കണ്ട, എൻ്റെ മകനെ കാണാതായതിൻ്റെ പിന്നിൽ ചന്ദ്രോത്ത് വീട്ടുകാരുടെ സ്വാധീനം വല്ലതും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെയായിരിക്കില്ല നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോഴത്തേക്കും നന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിൽ നന്ദനെ സമാധാനിപ്പിക്കുന്നു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ ചുമ്മാ പേടി കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ സത്യങ്ങൾ വിളിച്ച് പറയരുതേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേസമയം ദേവിയാണെങ്കിൽ മുരളിയെ വിളിക്കുന്നുണ്ട്. മുരളിയേട്ടാ, നന്ദു എവിടെ പോകുന്നു കാണാൻ പറഞ്ഞിരുന്നു? ഇല്ല. എന്താ ദേവി, എന്താ പ്രശ്നം? അല്ല, നന്ദുവിനെ കാണുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ അച്ഛൻ പറഞ്ഞയച്ചത് പ്രകാരം വളരെ ദൂരത്താണെന്ന് പറഞ്ഞു. എവിടാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അച്ഛനോട് വന്ന് ചോദിച്ചപ്പം അച്ഛൻ അത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയുന്നു. നന്ദു എന്തിനാ കള്ളം പറഞ്ഞു പോയെന്ന് മുരളി ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, പക്ഷേ നന്ദു എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്.
ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, മുരളിയേട്ടെ ഒന്ന് വിളിച്ച് നോക്കാമോ എന്ന് പറയുമ്പം ഞാനിപ്പം വിളിച്ച് വിവരം പറയാം എന്ന് പറഞ്ഞ് മുരളിയാണെങ്കിൽ നന്ദനെ വിളിക്കുന്നു. നന്ദൻ എവിടെ പോയി, എന്തുകൊണ്ടാണ് നന്ദൻ കള്ളം പറഞ്ഞ് എന്നുള്ള ടെൻഷനിലാണ് അപ്പോഴും പ്രഭാവതി. എന്നാൽ സിദ്ധാർത്ഥൻ സാർ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അരുന്ധതി മേഡം ആണെങ്കിൽ DYSPയെ നേരിട്ട് കണ്ട് കാര്യം തിരക്കുന്നുണ്ട്. അതായത് ഋഷിയെ കാണാതായതും നന്ദനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ വല്ല സൂചനയും കിട്ടിയോ? നന്ദനെ പ്രതി ചേർക്കുന്ന പ്രത്യേകിച്ച് സൂചനയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേടുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അരുന്ധതിക്ക് ചില കാര്യങ്ങളിൽ ഉറപ്പ് വരുന്നു. അപ്പോൾ കാത്തിരിക്കാൻ എന്താകുമെന്ന്.